നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മസ്കത്ത് നൈറ്റ് ഫെസ്റ്റിവൽ ഡിസംബർ 23 മുതൽ. ഹൈമ തീരത്തോട് ചേർന്ന് ഭൂചലനം. ലെബനൻ ദുരിതാശ്വാസം ക്യാമ്പയിനുമായി UAE. ബ്ലൂ റോക്ക് ത്രഷ് സൗദി അറേബ്യയിൽ. വിൻ റിസോർട്ടിന് വാണിജ്യ ഗെയിമിംഗ് ലൈസൻസ്. എം വിൻസെന്റിന് സ്വീകരണം. ഡെയ്സ്പോറ സമ്മിറ്റ് പ്രചാരണ കൺവെൻഷൻ നടത്തി. മസ്കത്ത് നൈറ്റ് ഫെസ്റ്റിവൽ ഡിസംബർ 23 മുതൽ. മസ്കത്ത് നൈറ്റ് ഫെസ്റ്റിവൽ ഡിസംബർ 23 മുതൽ ജനുവരി 21 വരെ നടക്കും. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത പരിപാടികളോടെ ഫെസ്റ്റിവൽ അരങ്ങേറുമെന്ന് നഗരസഭ അറിയിച്ചു. ഫെസ്റ്റിവലിന്റെ ഭാഗമാകാൻ താൽപര്യമുള്ള കമ്പനികൾക്ക് ടെൻഡർ രേഖകൾ കൈപ്പറ്റുന്നതിനുള്ള സമയപരിധി ഈ മാസം 13 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 20 മുമ്പ് ടെൻഡർ സമർപ്പിക്കണം. പരസ്യ സ്ക്രീനുകളുടെ വിതരണം, ഇൻസ്റ്റലേഷൻ, ഖുറം നാഷണൽ പാർക്ക്, നസീം പാർക്ക്, അമിറാത്ത് പാർക്ക് എന്നിവിടങ്ങളിലെ തിയേറ്ററുകളുടെ പ്രവർത്തനം, ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും എന്നിവയാണ് പ്രധാന ടെൻഡറുകളിൽ ഉൾപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കത്ത്. ഹൈമ തീരത്തോട് ചേർന്ന് ഭൂചലനം. ഒമാൻ തീരത്തോട് ചേർന്ന് കടലിൽ ഭൂചലനം. ഹൈമയിൽ നിന്നും 292 കിലോമീറ്റർ അകലെ അറബിക്കടലിലാണ് ഇന്നലെ വൈകുന്നേരം ഭൂചലനം റിപ്പോർട്ട് ചെയ്തതെന്ന് കാബൂസ് യൂണിവേഴ്സിറ്റി ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റിക്ടർ സ്കെയിൽ 3.3 തീവ്രതയിലും 32 കിലോമീറ്റർ ആഴത്തിലും രേഖപ്പെടുത്തിയ ഭൂചലനം പ്രാദേശിക സമയം 6:55 അനുഭവപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കത്ത്. ലെബനൻ ദുരിതാശ്വാസം ക്യാമ്പയിനുമായി UAE. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം മൂലം ദുരിതമനുഭവിക്കുന്ന ലെബനൻ ജനതയ്ക്ക് ദുരിതാശ്വാസ വസ്തുക്കൾ എത്തിക്കുന്നതിന് UAE പ്രത്യേക ക്യാമ്പയിൻ UAE വിത്ത് യു ലെബനൻ ആരംഭിച്ചു. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഉത്തരവിനെ തുടർന്നാണിത്. മരുന്നുൾപ്പെടെ 40 ടൺ ദുരിതാശ്വാസ വസ്തുക്കളാണ് ആദ്യഘട്ടത്തിൽ എത്തിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ $10 കോടി അടിയന്തര സഹായം ലെബനൻ എത്തിക്കുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് നേരത്തെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ബ്ലൂ റോക്ക് ത്രഷ് സൗദി അറേബ്യയിൽ. സൗദി അറേബ്യയിലെ വടക്കൻ പ്രദേശത്ത് അപൂർവമായി കാണപ്പെടുന്ന ദേശാടന പക്ഷിയായ നീലപ്പാറക്കിളിയെ അല്ലെങ്കിൽ ബ്ലൂ റോക്ക് ത്രഷ് നിരീക്ഷകർ കണ്ടെത്തി. രാജ്യത്തെ വാദി RR ഡാമിന് സമീപത്തായാണ് ദേശാടന പക്ഷിയെ കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചത്. ആൺപക്ഷിയുടെ കടും നീല നിറമാണ് ഈ പക്ഷിക്ക് ഈ പേര് നൽകാൻ കാരണം. ഒക്ടോബർ മാസത്തോടെ സൗദിയിൽ വിവിധ ഇനം ദേശാടന പക്ഷികൾ എത്താറുണ്ട്. അവയിൽ ഒന്നാണ് ഈ നീലപ്പാറക്കിളി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. വിൻ റിസോർട്ടിന് വാണിജ്യ ഗെയിമിംഗ് ലൈസൻസ്. UAEയിലെ രണ്ടാമത്തെ വാണിജ്യ ഗെയിമിംഗ് ലൈസൻസ് ഹോട്ടൽ കസീനോ ഓപ്പറേറ്ററായ വിൻ റിസോർട്ടിന്. ജനറൽ കൊമേഴ്ഷ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി ഇക്കാര്യം സ്ഥിരീകരിച്ചു. കോടികൾ മുടക്കി റാസൽ ഖൈമയിലെ മർജാൻ ദ്വീപിൽ നിർമ്മിക്കുന്ന ഗെയിമിംഗ് സെന്റർ 2027 പ്രവർത്തനം ആരംഭിക്കും. മധ്യപൂർവ്വദേശ വടക്കൻ ആഫ്രിക്ക മേഖലയിലെ ആദ്യത്തെ സംയോജിത ഗെയിമിംഗ് കേന്ദ്രമായിരിക്കും ഇത്. UAEയിൽ GCGRA നൽകുന്ന രണ്ടാമത്തെ ഗെയിമിംഗ് ലൈസൻസാണിത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. എം വിൻസെന്റിന് സ്വീകരണം. UAEയിൽ സന്ദർശനത്തിനെത്തിയ കോവളം MLA എം വിൻസെന്റിന് അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്റർ സ്വീകരണം നൽകി. പ്രസിഡന്റ് റസൽ മുഹമ്മദ്, ജനറൽ സെക്രട്ടറി സന്തോഷ് പയ്യന്നൂർ, മുൻ പ്രസിഡന്റുമാരായ ജിമ്മി, മുബാറക് മുസ്തഫ, കോർ കമ്മിറ്റി ചെയർമാൻ EK സലാം, വീരാൻകുട്ടി, സലീം വെഞ്ഞാറമൂട് തുടങ്ങിയവർ ചേർന്ന് പൊന്നാട അണിയിച്ചു. ഇൻഗാസ് അബുദാബി വൈസ് പ്രസിഡന്റ് അഹദ് വെട്ടൂർ, ജനറൽ സെക്രട്ടറി MU ഇർഷാദ്, വനിതാ ഫോറം പ്രസിഡന്റ് ബിജലി, ISC ഓഡിറ്റർ ജോബി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അലൈൻ. ഡെയ്സ്പോറ സമ്മിറ്റ് പ്രചാരണ കൺവെൻഷൻ നടത്തി. വിമാന ടിക്കറ്റ് നിരക്കിന്റെ പേരിൽ പ്രവാസികളെ പിഴിയുന്നത് നീതീകരിക്കാനാകില്ലെന്ന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ജനിച്ച നാടിനെയും കുടുംബത്തെയും നെഞ്ചിൽ പേറി വർഷത്തിൽ ഒരിക്കൽ നാടടയാനുള്ള പ്രവാസികളുടെ ആഗ്രഹത്തെ വിമാന കമ്പനികൾ ചൂഷണം ചെയ്യുന്നത് അന്യായമാണെന്നും അദ്ദേഹം പറഞ്ഞു.
അബുദാബി KMCCയുടെ നേതൃത്വത്തിൽ 30-ലേറെ സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഡെയ്സ്പോറ സമ്മിറ്റ് ഇൻ ഡൽഹിയുടെ പ്രഖ്യാപന പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.